Hi guys, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുഖം വല്ലാതിരിക്കുന്നതും സൗണ്ട് കുറച്ച് ക്രാങ്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ നമ്മുടെ ടൈം ഓഫ് ദ മന്ത് ആണ്. അതായത് എനിക്ക് പീരീഡ്സ് ടൈമിൽ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് അതൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത്. എമർജൻസി ആയിട്ട് നമുക്ക് പീരീഡ്സ് കിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ലൈക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പൊ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്കറിയാലോ പണ്ടൊക്കെ നമ്മുടെ പീരീഡ്സ് ആവുന്ന സമയത്ത് എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു തരുമായിരുന്നു, നിങ്ങൾക്ക് വേദന കുറയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചാൽ മതി. അപ്പൊ അന്നൊക്കെ നമ്മളത് നിസ്സാരമായിട്ട് കാണുമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ക്രാംസ് ഉണ്ടാകുമായിരുന്നു, തല ഇറങ്ങി വീഴുമായിരുന്നു, ഛർദ്ദിക്കുമായിരുന്നു. ആ ടൈമിൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു പീരീഡ്സ് ടൈമായിരുന്നു എൻ്റെ ടീനേജ് ടൈമിൽ. അപ്പൊ ആ സമയത്ത് വെള്ളം കുടിക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണല്ലോ. നമ്മൾ അന്നേരം ഒരു ചുരുട്ടുമുടി എവിടെയെങ്കിലും കിടക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, വളരും തോറും നമുക്ക് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് കുറച്ച് ബോധമാകുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ചു തുടങ്ങി, അങ്ങനെ കുറച്ച് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് പെയിൻ കുറഞ്ഞു വന്നു. അതായത് നന്നായിട്ട് പെയിൻ കുറഞ്ഞു. പണ്ടത്തെ തലറങ്ങി വീഴലും ഛർദ്ദിക്കലും ഒക്കെ മാറി. അപ്പം ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക. അതായത് ഈ ഒരു വലിയൊരു ബോട്ടിൽ വെള്ളം ഞാൻ രണ്ട് ബോട്ടിലായിട്ട്, അതായത് ഇത് ഉച്ചകൊണ്ട് ഞാൻ തീർത്തിട്ട് വീണ്ടും ഒരു ബോട്ടിലും കൂടെ നിറച്ചിട്ട് അങ്ങനെ വെള്ളം കുടിക്കും. കാര്യം നല്ല ഡിഫറൻസ് ഉണ്ട് പെയിനിന്. നിങ്ങളത് അനുഭവിച്ചറിയണം നന്നായിട്ട്. അതായത് നമ്മുടെ ഒരു 2 ദിവസം മുമ്പ്, പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 2 ദിവസം മുമ്പ് നമുക്ക് വെള്ളം കുടിച്ചു തുടങ്ങാം. അപ്പോൾ തൊട്ട് നമ്മുടെ ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കും, തളർച്ച തോന്നത്തില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറുതായിട്ട് ഉപ്പ് കൂടെ ഇടാം. കാര്യം ഇലക്ട്രോലൈറ്റ്സിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് വാട്ടറാണ്. നമ്മൾ ഈ എക്സ്ട്രാ എന്താ പറയുക ഓഷ്യൻ ഡ്രിങ്കോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നമുക്ക് അത് കുടിച്ചാലും മതി. ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ മതിയാവും. അത് നമുക്ക് നന്നായിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ബോട്ടിൽ കൈ കരുതുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ബോട്ടിലാണ്. ഇതിൽ നിന്നാണ്, ഇത് സിപ്പറൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും വെള്ളം കുടിക്കും. ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം എൻ്റെ അനുഭവത്തിൽ പറയണം, നിങ്ങൾക്ക് നല്ലൊരു വാട്ടർ ബോട്ടിൽ ഇപ്പം തന്നെ മേടിക്കാം, വെള്ളം കുടിക്കാം. പിന്നെ പെയിനിന് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഹോട്ട് വാട്ടർ ബാഗ്. ഇത് ഒരു ലൈഫ് സേവർ ആണെന്ന് തന്നെ പറയാം. ചിലതുണ്ട് ക്യൂട്ടായിട്ടുള്ള ഹോട്ട് വാട്ടർ ബാഗ്സ് ഒക്കെ കിട്ടും. അപ്പം ഇത് നമുക്ക് നല്ല ശരിക്കും ഒരു ലൈഫ് സേവർ തന്നെയാണ്. എനിക്കിത് നമ്മൾ നന്നായിട്ട് വേദന എടുക്കുന്ന സമയത്ത്, കിടക്കുന്ന സമയത്ത് ഇതൊരു ടവലിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ടവലിൽ പൊതിഞ്ഞിട്ട് വയറിൻ്റെ അവിടെ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ നല്ല സുഖമാണ്. എനിക്ക് അന്നേരം ചൂട് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാലിലാണെങ്കിൽ തണുപ്പ് കൂടുതലായിട്ട് തോന്നും, നമ്മൾ വിലക്കുറവ് പോലെ തോന്നുമല്ലോ. അപ്പോൾ തണുപ്പ് കൂടുതൽ തോന്നും. അങ്ങനെയൊക്കെ വരുമ്പോഴും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു ഹോട്ട് വാട്ടർ ബാഗ് എപ്പോഴും എൻ്റെ അടുത്ത് കാണും ആ ഒരു സമയത്ത്, പീരീഡ്സിൻ്റെ ടൈമിൽ. അപ്പൊ അത് ഒരു എസെൻഷ്യൽ ആണ് എൻ്റെ. പിന്നെ ഒട്ടും പെയിൻ സഹിക്കാൻ വയ്യാതെ വരുന്നവർക്ക്, ഒട്ടും പറ്റുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിനാണ് എന്ന് തോന്നുന്നവർക്ക് മാത്രം നമുക്ക് ടാബ്ലറ്റ് എടുക്കാം. അല്ലാത്തത് നമുക്ക് സഹിക്കാൻ പറ്റുന്നവർക്ക് അത്രയും സഹിക്കുന്നതാണ് നല്ലത്. കാരണം ടാബ്ലറ്റ്സ് ഒന്നിനും നല്ലതല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പെയിൻ കില്ലർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇത് നോർമൽ പാരസിറ്റമോൾ അല്ലെങ്കിൽ ഡോളോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും. ഈ പീരീഡ്സിന്റെ പെയിനായിട്ടുള്ള മരുന്ന് ഞാൻ കഴിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കും. ഡോളോ ആണല്ലോ ഫുള്ള് കഴിക്കാറില്ല, ഒരു ഹാഫ് ഡോളോ മതിയാകും. എനിക്ക് അത്രയൊക്കെ പെയിൻ ഇപ്പോൾ ഉള്ളൂ, പെയിൻ സഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അഥവാ ഒത്തിരി വരികയാണെങ്കിൽ മാത്രം ഞാൻ ടാബ്ലറ്റ്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം, അതായത് പാഡ്. അതിൽ എനിക്ക് നൈറ്റ് വെക്കാൻ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു പാഡാണിത്. നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഡേ ടൈമിൽ വെക്കാൻ ഒരു കുഴപ്പമില്ല. ഇത് നല്ല ഇത് വിസ്പറിൻ്റെ XXL+ പാഡാണ്. ഇത് കോല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കവറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. സത്യത്തിൽ അതിന്റെ ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് മേടിച്ചത്. പക്ഷെ ഉള്ളിലാണെങ്കിൽ നല്ല കോട്ടണി സോഫ്റ്റ് ആണ്. സാധാരണ വിസ്പറിന് ഒരു പ്ലാസ്റ്റിക് ഫീൽ വരാറില്ല നമുക്കകത്ത്. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ ഈ ഒരു ക്യൂട്ട്നെസ് കണ്ട് മേടിച്ചതും എനിക്കിത് ഉള്ളിലത്തെ ഇത് ഭയങ്കര ഇഷ്ടമായി. കോട്ടണി സോഫ്റ്റ് ആണ്, കോട്ടൺ ഫീലാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പിന്നി പോകും. അത് കാണുമ്പോൾ നമുക്കറിയാം അധികം ഒരു പ്ലാസ്റ്റിക് ചേർത്തിട്ടില്ല എന്നുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാൻറ്റീസിന് താഴെയായിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് നല്ല വൈഡായിട്ട് നിന്നോളും. ബാക്കിൽ നല്ല ലാർജ് പാഡ്സ് ആണ്. ഇത്രയും വലിയ പാഡാണ് എനിക്ക് കംഫർട്ടബിൾ. ചിലർ നമുക്ക് പാഡ് തരുമല്ലോ, അഥവാ നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പം പാഡ് നമുക്ക് തരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ പാഡായിരിക്കും. എനിക്കത് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഞാൻ ഇത്രയും വലുതേ വെക്കത്തുള്ളൂ. അപ്പം എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് അല്ലെങ്കിൽ മറ്റേതൊക്കെ സ്ട്രെയിൻ ആവും. ഒരുപാട് ബ്ലീഡിങ് ഇല്ലെങ്കിൽ കൂടി എനിക്ക് ഇത് വെക്കുന്നതാണ് ഇഷ്ടം. കാരണം ബാക്ക് ഫുള്ള് കവറായിട്ടിരിക്കും.
ഇനി അതും പോരാ, നല്ല ഹെവി ബ്ലീഡിംഗ് ആണ്, നമുക്ക് ട്രാവൽ ചെയ്യണമെന്നൊക്കെ വരികയാണെങ്കിൽ അതിനൊരു ലൈഫ് സേവർ ഉണ്ട് ഗൈസ്. ഞാൻ ഈയിടെയാണ് ഇതറിയുന്നത്, നേരത്തെ തൊട്ടേ ഉള്ളതാണ്, ഞാൻ ഈയിടെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം നുവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിന്റെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഗൈസ്. ഇത് ശരിക്കും നിങ്ങൾ എന്നെ താങ്ക് മീ ലൈറ്റർ ഇത് പറഞ്ഞു തരുന്നതിന് നിങ്ങൾ എന്നെ നമിക്കണം. കാരണം ഇതൊരു ഡയപ്പർ ഫീലാണ്, ഒരു ബേബിയുടെ ഡയപ്പർ പോലെ ഇരിക്കും. ഓവർനൈറ്റ് പീരീഡ് പാൻറ്റീസ്, ഇത് നല്ല ഹെൽപ്ഫുൾ ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാഡ് മാറ്റാനും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാകുമ്പോൾ 1 നൈറ്റ് ഫുള്ള് നമുക്ക് ഇരിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനത് എന്ന് വെച്ചാൽ നല്ല ബ്ലീഡിങ് ഉള്ളവർക്ക് പോലും നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണിത്. അങ്ങനെ ഹെവി ആയിട്ട് ബ്ലീഡിങ് ഉള്ളവരുണ്ട്, അപ്പോൾ രാവിലെ തൊട്ട് വൈകോളം ചിലപ്പോൾ ജോലിക്ക് 9 to 5 ജോബ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണിത്. നമ്മൾ ഡയപ്പർ ഇട്ട പോലൊന്നും ഫീൽ ചെയ്യത്തില്ല കേട്ടോ, അങ്ങനെ പേടിക്കണ്ട. നമ്മൾ ഡ്രസ്സിന് അത്ര പൊങ്ങിയിരിക്കൊന്നുമില്ല. എനിക്ക് ആദ്യം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് ഡയപ്പർ കുഞ്ഞുങ്ങൾ ഇട്ട പോലെ നമ്മുടെ ബാക്കിൽ തള്ളി നിൽക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ പറയണ്ടേ, ലാസ്റ്റ് ഒരു 2-3 ഡേയ്സ് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവില്ല, എന്നാലും ബ്ലീഡിങ് ഉണ്ട് എന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാഡ്സ് ആണ് ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത്. ഇത് പ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനാണ്. ഇവരുടെ സേഫ് ആണ് യൂസ് ചെയ്യാനായിട്ട്. 100% കോട്ടൺ ആണ്, റാഷ് ഫ്രീയും ആണ്. അപ്പൊ ഇത് എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാണെന്നറിയോ, നമ്മുടെ ആ ഒരു ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ. ഇത് നമ്മുടെ നോർമൽ പാഡിന്റെ വലുപ്പമാണ്. ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇവരുടെ നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. നമുക്ക് ഫുൾ കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, റാഷസോ അങ്ങനെ ഒന്നും വരത്തില്ല. അതുമല്ല ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അപ്പം അതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ് ഉണ്ടാവില്ല, അതുമില്ല. അപ്പം നമുക്കിത് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞു, എന്നിട്ട് നമ്മൾ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് പാഡൊക്കെ മാറ്റിയിട്ട് പിന്നെ പാഡ് വെക്കാനായിട്ട് നമുക്ക് മനസ്സ് വരത്തില്ല, കാരണം അത് വെറുതെ വേസ്റ്റ് ആയി പോവാണ്. അപ്പൊ അങ്ങനെ തോന്നുമ്പം ഉണ്ടാവും പെട്ടെന്ന് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ബ്ലീഡിങ് വരില്ല. അതെനിക്ക് എപ്പോഴും സംഭവിക്കുന്നതാണ്. എന്നിട്ട് എൻ്റെ ഏറ്റവും നല്ല പാൻറ്റീസ് ആയിരിക്കും സ്റ്റെയിൻ ആകുക. അപ്പൊ അങ്ങനെ ഒരു പേടിയുള്ളപ്പോൾ നമുക്ക് പാൻറ്റി ലൈനേഴ്സ് വെക്കാം. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് സോഫിയുടേതാണ്. പാൻറ്റി ലൈനേഴ്സ് കൂൾ ഫ്രഷ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാൻറ്റി ലൈനറാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പാൻറ്റീസിനകത്ത് ഇത് കഴിഞ്ഞിട്ടും 2-3 ദിവസത്തേക്ക് വെക്കാം. കാരണം സർപ്രൈസ് ആയിട്ട് ലാസ്റ്റ് ബ്ലഡ് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അത് ബ്ലീഡ് ചെയ്യുന്നതിന് സമയത്ത് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതുപോലെ തന്നെ ചില ഗേൾസിന് ഒരുപാട് വൈറ്റ് ഡിസ്ചാർജ് വരും. അപ്പൊ അതൊക്കെ നോർമലാണ്, കുറച്ച് നോർമലാണ്. അപ്പൊ അതൊന്നും പേടിക്കൊന്നും വേണ്ട. അതുമല്ല, അതൊക്കെ ഒരു ചമ്മലായിട്ട് കരുതണ്ട, ഇതൊക്കെ നോർമലായിട്ട് ഗേൾസിനുണ്ടാകുന്നതാണ്. അപ്പം വൈറ്റ് ഡിസ്ചാർജ് വരുന്ന സമയത്തും നമുക്കിത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റീസ്, ഇഷ്ടമുള്ള പാൻറ്റീസിൽ നോർമലാണ് നമ്മുടെ പാൻറ്റീസിൽ കളർ ചേഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അത് ആ ഒരു കളർ ചേഞ്ച് വരാൻ ഇഷ്ടമില്ലാത്തവർക്കും പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമ്മൾ രാവിലെ വൈകോളം ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ഉപകാരം കൂടി ഈ പാൻറ്റി ലൈനേഴ്സിനുണ്ട്. പാഡ് ഒന്നുമല്ല, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ ഇപ്പം ഇഷ്ടം മെൻസ്ട്രുവൽ കപ്സ് ആണ്. അപ്പം അങ്ങനെ ഒരു മെൻസ്ട്രുവൽ കപ്പും ഞാൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ ഇത് കംഫർട്ടബിൾ ആയിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇത് യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് പിന്നെ പാഡ് യൂസ് ചെയ്യാനേ തോന്നത്തില്ലെന്നാണ് എല്ലാവരും യൂസ് ചെയ്തവർ പറയുന്നത്. ഇത് ഞാൻ ഒന്ന് ശീലിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്കിതുവരെ ഇത് കംഫർട്ടബിൾ ആയിട്ടില്ല. ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇത് യൂസ് ചെയ്യേണ്ടവർക്ക് മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പെയിൻ കില്ലർ നാച്ചുറലായിട്ട് വേണ്ടവർക്ക് ഏറ്റവും നല്ല, അതായത് എനിക്ക് എപ്പോഴും വർക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജിഞ്ചർ ടീ. അതായത് കുറച്ച് ജിഞ്ചർ ക്രഷ് ചെയ്തിട്ട് നമ്മുടെ വെള്ളത്തിലെടുത്ത് തിളപ്പിക്കുക, അത് കുടിക്കാം. അതൊരു ലാർജ് കപ്പ് ഞാൻ എപ്പോഴും കുടിക്കും. കാര്യം എനിക്ക് ജിഞ്ചർ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ലൈക്ക് എന്താണ് നമ്മുടെ ഇപ്പൊ പെയിൻ ആയിക്കോട്ടെ, ബ്ലോട്ടിങ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ജിഞ്ചർ എന്ന് പറഞ്ഞത് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അതുപോലെ എനിക്ക് ഇഷ്ടമാണ്. അതിന്റെ ഒരു ഫ്ലേവർ മാത്രം കേട്ടോ ഇഷ്ടം. ഈ ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമല്ല, അല്ലാതെ ഇങ്ങനെ ഫ്ലേവർ കിട്ടുമല്ലോ, അതാണ് എനിക്കിഷ്ടം. ഒരു പ്രത്യേകതരം ജീവികളിന്. അപ്പൊ പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ എന്ന് പറയുന്നതാണ് ക്രാൻബെറി ജ്യൂസ്. അത് അൺസ്വീറ്റൻഡ് ആണ് ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല, ഇപ്പൊ നമ്മൾ നോർമലി കിട്ടുന്നതൊക്കെ നമുക്ക് ക്രാൻബെറി ജ്യൂസസ് ഒക്കെയും ഷുഗർ ആഡഡ് ആണ്. പക്ഷെ അത് കുടിച്ചാൽ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ക്രാൻബെറി ജ്യൂസ്, ഹിബിസ്കസ് ടീ, പിന്നെ നമ്മുടെ ജിഞ്ചർ ടീ, ഇത് മൂന്നും നല്ലൊരു ഓപ്ഷനാണ് ഫോർ ദ ക്രാംസ്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു സമയത്ത് കാല് നന്നായിട്ട് തണുക്കും. അപ്പം ഒരു ചൂട് കിട്ടുമ്പോഴാണ് എനിക്കൊരു എന്താ പറയുക നല്ലൊരു കംഫർട്ട് ഫീൽ വരിക. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോക്സ് ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എനിക്ക് കംഫി ആയിട്ടുള്ള 2 സോക്സ് ഇട്ടിട്ടാണ് കിടക്കുക. ഇത് നന്നായിട്ട് വോംത്ത് തരുന്ന ഒരു ടൈപ്പ് ടെഡി ഫ്ലെയിം മെറ്റീരിയലാണ്. ഇത് നന്നായിട്ട് നമുക്ക് ചൂട് തരും. അപ്പം ഇത് ചൂടിട്ട് നല്ല രസമാണ്. ഇതിട്ടിട്ട് നടക്കാനും പറ്റും, കാരണം ഇതിന് ഗ്രിപ്പുണ്ട്. അപ്പം നമുക്ക് നടക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് നമ്മുടെ ഹോട്ട് വാട്ടർ ബാഗും വെച്ചിട്ടാണ് കിടക്കാറ്, അഥവാ പെയിൻ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്കറിയാമോ ഷുഗർ ക്രേവിങ്സ്. അതിനെനിക്ക് എന്തായാലും ഒരു ചോക്ലേറ്റും പിന്നെ മോഗു എന്താന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇതൊരു ഹെൽത്തി ഓപ്ഷൻ അല്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, ഒത്തിരി ക്രേവിങ്സ് നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവും. എനിക്കെപ്പോഴും ഷുഗർ ക്രേവിങ്സ് ആണ് വരാറ്. അപ്പം ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ് ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഷുഗറി ഡ്രിങ്ക്. ഒരുപാട് കുടിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നതുമല്ല. പക്ഷെ നമ്മുടെ ഗേളീസ്, യു നോ ഗൈസ്, നമുക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ വേണം ഇങ്ങനെ സ്നാക്ക് ചെയ്യാനും പിന്നെ ചോക്ലേറ്റും എന്തെങ്കിലുമൊക്കെ. അന്നേരം നമ്മൾ ഏറ്റവും നമ്മുടെ ഒരു ഹൈബർനേറ്റിംഗ് പീരീഡാണ് ആ സമയത്ത്. ആരും ഡിസ്റ്റർബ് ചെയ്യരുത്. നല്ല ചോക്ലേറ്റ്സും കാര്യങ്ങളും സ്നാക്സ് തിന്നുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഷോ വാച്ച് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഫേവറേറ്റ് തിങ്സ് ടു ഡു അല്ലേ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് വൈപ്സ്. ഇതെനിക്ക് എപ്പോഴും വേണ്ട ഒരു സാധനമാണ്. എല്ലാത്തിനും നമുക്കവിടെ വൈപ്പ് ചെയ്യാനും. പിന്നെ ഇത് ബേബി വൈപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നമുക്കധികം റാഷസ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഈ ക്രോച്ചിന്റെ ഭാഗത്ത് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് വൈപ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ്, ഞാൻ ഈ നമ്മുടെ തൈസിന്റെ ഭാഗത്ത് പൗഡർ ഇട്ട് കൊടുക്കും. നമ്മുടെ ഇന്റിമേറ്റ് ഭാഗത്തേക്ക് ഇടാൻ പാടില്ല, പക്ഷെ തൈസിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കും, കാരണം അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ ഇത് ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ ആ ഭാഗം. ഞാൻ യൂസ് ചെയ്യുന്നത് ബേബി പൗഡറാണ്. അത് ഏത് ബ്രാൻഡിന്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓഫ് കോഴ്സ് സ്ക്രഞ്ചീസ്. നമ്മുടെ മുടിയപ്പം നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ വീഴുന്നതൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ സഹിച്ചിരിക്കുകയാണ്. കുറച്ച് നമ്മൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഇട്ടിട്ട് മേക്കപ്പ് വാഷ് ചെയ്ത് കളഞ്ഞ് ഈ മുടി ഒന്ന് പുട്ടപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് പറഞ്ഞിറക്കാൻ പറ്റില്ല. അപ്പൊ സ്ക്രഞ്ചീസ് ആ ഒരു സമയത്ത് ബ്രേക്ക് ഔട്ട്സ് ഒരുപാട് എനിക്ക് ഉണ്ടാകാറുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് കണ്ടില്ല പിമ്പിൾസ് അവിടെ ഇവിടെയൊക്കെ കാണും. അതൊക്കെ നോർമലാണ്. അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ വരുന്നത്. അപ്പൊ എനിക്ക് ഈ സാധനം വർക്ക് ചെയ്യും. പെട്ടെന്ന് പിമ്പിൾസ് പോകാനും പിന്നീട് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് വാഷ്, നീമിന്റെ ഫേസ് വാഷാണ് ഇത്. ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലുമാണ്, പക്ഷെ ഇതെനിക്ക് നന്നായിട്ട് സ്കിന്നിൽ പിടിക്കുന്നതും ഒരു ഫേസ് വാഷാണ് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് മേടിക്കും. അല്ല നിങ്ങൾക്കിപ്പം കുറച്ചുകൂടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡിന്റെ ഒരു നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ആ സമയത്ത് നന്നായിട്ട് ബ്രേക്ക്ഔട്ട്സ് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഒരു ടോണർ യൂസ് ചെയ്താൽ മതിയാവും. പിന്നെ യു ഗൈസ് നോ, നമുക്ക് ആ ഒരു സമയത്ത് ഒരു പ്രത്യേകതരം ഓർഡർ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബോഡി ഓർഡേഴ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിക്കൽസ് ഇല്ലാത്ത ഓപ്ഷനായിട്ടുള്ള അത്തർ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അജ്മലിന്റെ അത്തറാണ്. എനിക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്യാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കെപ്പോഴും പെർഫ്യൂം യൂസ് ചെയ്യണം. അപ്പൊ ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇത് അത്തറാകുമ്പോൾ കുറേ നേരം സ്കിന്നിൽ എന്താ പറയാ അബ്സോർബ് ചെയ്ത് അങ്ങനെ നിൽക്കും. നമുക്ക് ആ ഒരു സ്മെല്ല് നിൽക്കും. വെറുതെ ആ സമയത്ത് നമ്മുടെ പെർഫ്യൂം എല്ലാം കൂടെ അടിച്ച് സമയം കളയണ്ട. പിന്നെ ഞാൻ അതിനകത്ത് കരുതുന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാൻഡ് സാനിറ്റൈസർ ആണ്. എപ്പോഴും നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ഇല്ലാത്തപ്പം യൂസ് ചെയ്യാൻ പറ്റും. സാനിറ്റൈസർ ആദ്യം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വേണം നമ്മുടെ പാഡ് റിമൂവ് ചെയ്യാനും. അതിനുശേഷവും ഹാൻഡ് സാനിറ്റൈസർ യൂസ് ചെയ്യുക. നല്ല ഹെൽപ്ഫുൾ ആണ്. കാരണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ലിപ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലിപ് ബാം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ മതി. എനിക്ക് തോന്നുമ്പോൾ ഞാൻ എല്ലാം കവർ ചെയ്തു എന്ന്. ഇത്രയ്ക്കാണ് എനിക്ക് ആവശ്യമായിട്ട് നോർമലി വരാറ്. പിന്നെ നമുക്കൊരു ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇഷ്ടമുള്ള പാൻറ്റീസിൽ സ്റ്റെയിൻ ആകുമ്പോഴുള്ള സങ്കടം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റെയിൻ ആയിട്ടുള്ള ആ ഒരു ക്ലോത്തോ അല്ലെങ്കിൽ നമ്മുടെ പാൻറ്റീസോ വേഗം തന്നെ കോൾഡ് വാട്ടറിൽ നല്ല കോൾഡായിട്ടുള്ള വാട്ടറിൽ വാഷ് ചെയ്യാം. അതിൽ വാഷ് ചെയ്തിട്ടും പോകുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും ഈ തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കുറേ നേരം സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് വാഷ് ചെയ്താൽ അത് അപ്പോഴേ ഇളകിപ്പോരും. ഞാൻ പറഞ്ഞിട്ടില്ല, ആ സർപ്രൈസ് വിസിറ്റിൽ വരുന്ന ആ ഒരു ബ്ലീഡിങ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളൊരു ഹാക്കാണ് ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു, ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു കുറച്ചെങ്കിലും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. ലവ് യു ഗൈസ്. What's happening?